കഷ്ടങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഈ നോമ്പ് കാലത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ തോലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു പപ്പായയാണ്. പപ്പായ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പപ്പായ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പപ്പായ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പായ ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയാണ്. പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്തിടാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കട്ടയാക്കിയിട്ടുള്ള പാല് കൂടിയാണ്. ക്യാരറ്റും പപ്പായയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കട്ടയാക്കി വെച്ചിരുന്ന പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ക്യാരറ്റും പപ്പായയും കട്ടയായ പാലും പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ക്രീമാണ്. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മധുരം കുറവായി തോന്നുകയാണെങ്കിൽ സ്വല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടിച്ചെടുക്കുന്ന സമയത്ത് ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിന് മുകളിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അനാറാണ്. അനാറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അനാറ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ കൈവശം കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമും പിസ്തയും ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതുകൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഈ ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഭംഗി കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല മൊഞ്ചുള്ളതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.